بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. 170 മുതലുള്ള ആയത്തുകളാണ് ഇന്ന്. 170 മുതൽ 176 വരെയാണ് ഇന്ന് എടുത്തു തീർക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ وَمَثَلُ الَّذِينَ كَفَرُوا كَمَثَلِ الَّذِي يَنْعِقُ بِمَا لَا يَسْمَعُ إِلَّا دُعَاءً وَنِدَاءً صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَعْقِلُونَ يَا أَيُّهَا الَّذِينَ آمَنُوا كُلُوا مِن طَيِّبَاتِ مَا رَزَقْنَاكُمْ واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കിയ ചില ജൂത സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ ചില സമ്പ്രദായത്തെയൊക്കെ അള്ളാഹ് വിരോധിച്ചിട്ട് അള്ളാഹ് നിങ്ങൾക്ക് ഭൂമിയിൽ തന്നതൊക്കെ ഹലാലായത് ആ നിലക്ക് നിങ്ങൾ കഴിച്ചു കൊള്ളണം. പിശാചിൻ്റെ കാലടിപ്പാതകളെ ഒരിക്കലും നിങ്ങൾ പിൻപറ്റരുത്. കാരണം നിങ്ങളെ പിശാച് നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് വൃത്തികേടാണ്, തോന്നിവാസങ്ങളാണ്, അള്ളാൻ്റെ പേരിൽ അറിവില്ലാത്തത് പറയലാണ്. ഇതാണ് കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇനി ഇന്ന് 170 ഫസ്റ്റ് ആയത്ത് അഥവാ വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്. ഈ ആയത്ത് വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ പറയുന്നൊരു ന്യായത്തെ അള്ളാഹ് എടുത്ത് പറയാണ്.
അള്ളാഹ് ഹലാലാക്കിയതിനെ ഹറാമാക്കാൻ പാടില്ല, ഹറാമാക്കിയതിനെ ഹലാലാക്കാനും പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മതത്തിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, കുറക്കാൻ പാടില്ല. എങ്ങനെ ആരാധന പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ആരാധന ചെയ്യണം, എങ്ങനെ ആചാരങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെട്ടോ അങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നാൽ ആളുകൾക്കുണ്ടാകുന്നൊരു ന്യായമുണ്ട്, പണ്ടേയുള്ളൊരു ന്യായമാണ്. വ ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അഥവാ അറേബ്യൻ മുശ്രിക്കീങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണേ, മാ അൻസലല്ലാ, അള്ളാഹ് അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റണേ. അതല്ലേ മുസ്ലിങ്ങൾ വേണ്ടത്, ആളുകൾ വേണ്ടതല്ലേ? അള്ളാഹിൻ്റെ ഖുർആനും സുന്നത്തും പിൻപറ്റണം. നമ്മളതാ ചെയ്യേണ്ടത്. ഇതേമാതിരി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്ന മക്കത്തെ മുശ്രിക്കീങ്ങളോട് അള്ളാഹ് അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റണേ എന്ന് പറഞ്ഞാൽ എന്താ മക്കത്തെ മുശ്രിക്കിൻ്റെ ന്യായം? അബൂജഹൽ, അബൂലഹബ്, ഉത്ബത്ത്, ഷൈബത്ത് ഇവരൊക്കെ പറയുന്ന ന്യായം എന്താ? ഖാലു, അവർ പറയാണ്, ബൽ, പക്ഷേ, നത്തബിഉ, ഞങ്ങൾ പിൻപറ്റും, മാ അൽഫൈന അലൈഹി ആബാഅന. മാ അൽഫൈന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ വജദിന, ഞങ്ങൾ എന്താണോ കണ്ടത്, അലൈഹി ആബാഅന, ഞങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ എന്തിലാണോ ഞങ്ങൾ കണ്ടത് അതേ ഞങ്ങൾ എന്ത് ചെയ്യൂ? പിൻപറ്റും. ഇതാര് പറഞ്ഞ ന്യായമാണ്? പറഞ്ഞേ, മക്കത്തെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് പറയുക. റസൂലുള്ളാഹി വന്നിട്ട് പറയാണ് അള്ളാഹ് അവതരിപ്പിച്ചത് പിൻപറ്റി. ഇപ്പോൾ മുശ്രിക്കീങ്ങളുടെ ന്യായം എന്താണ്? ഞങ്ങളതൊന്നും ചെയ്യില്ല, ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ഉപ്പ എന്തിലാണോ, ഉപ്പാപ്പ എന്തിലാണോ, ഉപ്പാപ്പൻ്റെ ഉപ്പ എന്തിലാണോ, നാട്ടുകാരെന്തിലാണോ അതേ ഞങ്ങൾ അനുഷ്ഠിക്കൂ. അപ്പം അള്ളാഹ് ചോദിക്കുകയാണ്, അവലൗകാന ആബാഉഹും, അവരുടെ ഉപ്പാപ്പമാരൊക്കെ ആണെങ്കിലോ അഥവാ അവരുടെ പിതാക്കളാണെങ്കിലോ, ലാ യഅഖിലൂന ഷൈഅൻ, അവർക്ക് ബുദ്ധിയില്ലാത്തതോ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്ത ആൾക്കാരാണെങ്കിലോ, വലാ യഹ്തദൂൻ, ഹിദായത്ത് കിട്ടാത്ത ആൾക്കാരാണെങ്കിലോ, എന്നാൽ ഇവർ പിൻപറ്റുമോ? അള്ളാഹ് ചോദിക്കുകയാണ്. ഈ ഒരു അത്ഭുത ന്യായം കണ്ടിട്ട് ഇവരെ പിതാക്കന്മാരെ മാത്രമേ ഇവർ പിൻപറ്റൂ എന്നതുകൊണ്ട് അവർ ബുദ്ധിയില്ലാത്ത ആൾക്കാർ, ആ നിലയ്ക്ക് ചിന്തിക്കാത്ത ആൾക്കാരോ അള്ളാഹിൻ്റെ സന്മാർഗം പ്രാപിക്കാത്ത ആൾക്കാരോ അങ്ങനെയാണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റൂ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. ഇതാണ് ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്തൊരു ന്യായം. മക്ക മുശ്രിക്കുകൾ ഉപയോഗിച്ച ന്യായമാണ്. നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹിനെ പിൻപറ്റണേ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ന്യായം, ഞങ്ങളില്ല, ഞങ്ങൾ ആരെയെ പിൻപറ്റൂ? ഉപ്പാപ്പമാരെ. ഈ ന്യായം ഇന്നാരെങ്കിലും പറയലുണ്ടോ? അല്ലേ? 3 ന്യായങ്ങളാണ് ബിംബാരാധകർ പറയാറുള്ളത്. ഒന്ന്, മക്കത്തെ മുശ്രിക്ക് 3 ന്യായം പറഞ്ഞു. ഒന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യ്, ഇസ്മായിൽ നബിയോടും ഇബ്രാഹിം നബിയോടൊന്നും ദുആ ചെയ്യല്ലേ, ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ദുആ ചെയ്യല്ലേ, അള്ളാഹിനെ മാത്രം ദുആ ചെയ്യും. അപ്പോൾ അവർ ഒരു ന്യായം പറയും, റസൂലേ, ഞങ്ങൾ ഇവരെ ഒന്നും അള്ളയാക്കലില്ല, ഞങ്ങൾ ഇബ്രാഹിം നബി അള്ളയാന്ന് പറയലില്ല, ഇസ്മായിൽ നബി അള്ളയാന്ന് പറയുന്നില്ല, മറിച്ചോ ഹഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് ഷഫാഅത്ത് കിട്ടാനാണ് ഇവരോട് ദുആ ചെയ്യുന്നത്. ആ ഒരു ന്യായം, ആ ഭാഗം നിങ്ങൾ നോട്ട് ചെയ്യണം. അള്ളാഹിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എന്ത് വേണ്ടണം? ഷഫാഅത്ത്, അല്ലേ? അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ന്യായം, അല്ലേ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ എന്തിനാ ഇവരെ പിന്നെ ആരാധിക്കുന്നത്, ഇബാദത്ത് എടുക്കുന്നത്? അള്ളാഹിലേക്ക് അടുപ്പിക്കാൻ. ഇവർ സ്വർഗം തരാൻ വേണ്ടിയിട്ടാണോ? അള്ളാഹിലേക്ക് ഞങ്ങളൊന്ന് അടുപ്പിക്കാൻ, അള്ളാഹിൻ്റെ അടുത്തേക്ക് ശുപാർശ ചെയ്യാൻ. മൂന്നാമതോ അവർ പറയുന്ന ന്യായമാണ്, ഞങ്ങൾ ഉപ്പാപ്പാരൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടത്. ഇതേ ന്യായമാണ് ഇന്നത്തെ ആളുകളും പറയുന്നത്. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണേ, നിങ്ങൾ അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ഖബറാളികളോടൊന്നും ദുആ ചെയ്യലെന്ന് പറയുമ്പോൾ 3 ന്യായം ഇവരും പറയും. ഞങ്ങൾ എന്തിനാ ഖബറിങ്ക പോയി ദുആ ചെയ്യുന്നത്? ഖബറാളി മമ്പർത്തെ തങ്ങളെ ഞങ്ങളെ നേരെ സ്വർഗ്ഗത്തിലാക്കാൻ വേണ്ടിയിട്ടല്ല. മൊയ്തീൻ ഷെയ്ഖിനോട് ദുആ ചെയ്യുന്നത് എന്തിനാ? മൊയ്തീൻ ഷെയ്ഖ് നേരെ ഞങ്ങൾ ചെയ്യാനല്ല, മറിച്ചോ മൊയ്തീൻ ഷെയ്ഖ് ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് അടുപ്പിക്കാനാ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളൊക്കെ തെറ്റുകാരാ, ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മൊയ്തീൻ ഷെയ്ഖ് നല്ല ആളാണ്, അപ്പോൾ മൊയ്തീൻ ഷെയ്ഖിനോട് അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ റൂട്ട് കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് മുസ്ലിങ്ങൾ പറയുന്ന ന്യായം. 2, ഞങ്ങൾക്ക് ഷഫായത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനോട് പോലും ഷഫായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷഫായത്ത് കിട്ടാൻ വേണ്ടി. ആരാ ഷഫായത്ത് നൽകാൻ അനുവാദം നൽകേണ്ടവൻ? അള്ളാഹ്യാ. 3-മത്തെ ന്യായം എന്താ? ഉപ്പാനെ കണ്ട്, ഉപ്പാപ്പാരെ കണ്ട്. ഇത് മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ ന്യായമാണ്, ഇന്നത്തെ ആളുകളും പറയുന്ന ന്യായമാണ്. ബേക്കുന്ന് ഇങ്ങോട്ട് കിടന്നു കേട്ടോ. പിന്നെ അഥവാ ഉപ്പാനെ കാണുക, ഉപ്പാപ്പാനെ കാണുക. ഇത് ഇന്നത്തെ ആൾക്കാരും പറയലുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഊർജ്ജമൊന്നും പറയാം, ഞങ്ങളെ വാപ്പാരെ, ഞങ്ങളെ മഹല്യാരെ പണ്ട് എങ്ങനെയാണ് കണ്ടത് അങ്ങനെ ഞങ്ങളും ചെയ്യും, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല.
ഇതല്ല. ഇനി നമ്മളെ വാപ്പാൻ്റെ വാപ്പൊക്കെ നല്ല ഹൈറിലാണെങ്കിൽ പിൻപറ്റിക്കൂടെ? അവിടെ നിലപാട് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക. നാട്ടാചാരത്തിൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല ആര്? മുസ്ലിങ്ങൾ. എല്ലാവരും അങ്ങനെ കുറ്റൂസ് അല്ലെങ്കിൽ വീട് കൂടുതൽ കഴിക്കുന്നത് നമ്മളും കഴിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? എല്ലാവരും വീട് കൂടുതൽ കഴിക്കുന്നു, പാൽ ഇങ്ങനെ കാഴ്ച തിളപ്പിച്ച് മറിക്കുന്നു, വിശ്വാസമുണ്ട്. അങ്ങനെ തിളച്ച് മറിച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ സമൃദ്ധി ഉണ്ടാകും. ഇതാരുണ്ടാക്കിയ നാട്ടുനാരോ വന്നു? അത് നമ്മൾ കണ്ട് നമ്മൾ ചെയ്യേണ്ടതല്ല, അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഏത് മതകാര്യങ്ങളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അള്ളാഹു എങ്ങനെ അവതരിപ്പിച്ചോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചോ അതനുസരിച്ച് ജീവിക്കുക. അതിൽ നമ്മുടെ മുൻഗാമികളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. മുൻഗാമികൾ ഉണ്ടോ ഇല്ലേ എന്നതല്ല പരിഗണിക്കേണ്ടത്. ഹൈറിലാണെങ്കിൽ സ്വീകരിച്ചോ, ഹൈറിലല്ലെങ്കിലോ സ്വീകരിക്കേണ്ടതില്ല. ബാപ്പാൻ്റെ ബാപ്പാനെ അതിൻ്റെ ബാപ്പാമാരെ പൂർവികന്മാരെ നോക്കുന്നത് ആരുടെ പണിയാണ്? മുശ്രിക്കീങ്ങളുടെ പണിയാണ്. മനസ്സിലായല്ലോ? അത് ഏത് സമയത്തും നമ്മളെ നാവെന്ന് വേണ്ടത് ഖുർആനിൽ ആ വിഷയത്തിൽ തെളിവുണ്ടോ, ഹദീസിൽ ആ വിഷയത്തിൽ തെളിവുണ്ടോ. ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചോദിക്കും, അജും വഹാബിയായോ ഇങ്ങോട്ട് വരും, അല്ല? ഈ ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെ? തറാവി ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും നിസ്കാരങ്ങളായിക്കോട്ടെ, പ്രാർത്ഥനയായിക്കോട്ടെ, സുബഹിലെ ഖുനൂത്തായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ? ഖുർആനിൽ എവിടെയെങ്കിലും ഫാത്തിഹ മുതൽ നാസ് വരെ ഉണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായ ഹദീസുകളിൽ അതുണ്ടോ? ഇല്ലേ? എനിക്ക് വേണ്ട. ദീന് പൂർത്തിയായി. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയല്ലോ. ദീന് പൂർത്തിയായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിൽ പോകേണ്ടത് മുഴുവനും പഠിപ്പിച്ചു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് മുഴുവനും പഠിപ്പിച്ചു. ഇനി ഒരു റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത എക്സ്ട്രാ സ്വലാത്തുകൾ നമ്മൾക്ക് വേണ്ട, എക്സ്ട്രാ ദിക്റുകൾ വേണ്ട. നിങ്ങൾ ഓരോന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ ചെല്ലുന്ന 3333 വക ഏട്, 4444 വക ഏട് ആരുണ്ടാക്കി? അതിൻ്റെ ചട്ടയമേലുണ്ടാവും. റസൂൽ ഉണ്ടാക്കിയല്ല. റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനാണ് താജു സ്വലാത്ത്. ആരാ ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി ഉണ്ടാക്കിയതല്ല. നാരിയത്ത് സ്വലാത്ത് റസൂലുള്ളാഹി ഉണ്ടാക്കിയതല്ല. അഅലമു സ്വലാത്ത്, കൻസുൽ അർശ് റസൂലുള്ളാഹി ഉണ്ടാക്കിയതല്ല. മൻസിലി മഫാസ് റസൂലുള്ളാഹി ഉണ്ടാക്കിയതല്ല. പിന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ താത്താരെ നിസ്കാര ബക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏടുകൾ, യാസീൻ കുർസി എന്ന് പറയുന്ന ഏടുകളുണ്ട്, റസൂലുള്ളാഹി ഉണ്ടാക്കിയതല്ല. സ്വർഗത്തിൽ പോകേണ്ട മുഴുവൻ ദിക്റും പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് മുഴുവൻ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതല്ലാതെ നമ്മളിത് പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഏതെങ്കിലും സ്വലാത്ത്, ഏതെങ്കിലും ദിക്റൊക്കെ വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ഇതും കൂടെ വേണമായിരുന്നു, ഇതും കൂടെ ചെല്ലണമായിരുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂൽ റിസാലത്തിനെ പൂർത്തിയാക്കാതെ വഞ്ചന കാണിച്ചവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ച് കഴിഞ്ഞതാണ്. അൽ-യൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞാൽ ഇന്നിതാ ദീന് പൂർത്തിയായി. അതൊരു നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ് വെള്ളം. ആ വെള്ളത്തിലേക്ക് ഒരു കല്ല് പുറത്തുനിന്ന് വരുമ്പം എന്ത് സംഭവിക്കും? വെള്ളം പുറത്തേക്ക് പോകും. പഠിപ്പിക്കാത്തത് വരുമ്പം പഠിച്ചതെന്തായി പോകും? പുറത്തേക്ക് പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അടുത്ത ആയത്ത്, വമസലുല്ലദീന കഫറു, കാഫിരീങ്ങളുടെ ഉദാഹരണം, കമസലില്ലദീ യൻഇകു, കമസലില്ലദീ ഒരു വിഭാഗത്തിൻ്റെ ഉദാഹരണം പോലെയാണ്. വമസലുല്ലദീന കഫറു സത്യനിഷേധികളുടെ, കാഫിറുകളുടെ ഉദാഹരണം, കമസലില്ലദീ ഒരു കൂട്ടരെ പോലെയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? യൻഇകു അവർ ഒച്ചയിടുന്നു, അഥവാ ഒച്ചയിടുന്ന ഒരു കൂട്ടരെ പോലെയാണ്. എങ്ങനെ? ബിമാല യസ്മഉ കേൾക്കാത്ത ഒന്നിനോട്. കാഫിരീങ്ങളുടെ ഉദാഹരണം അല്ലാഹ് പറയാണ്, കേൾക്കാത്ത ഒന്നിനോട് ഉദാഹരണം ഇടുന്ന ഒരവസ്ഥ. അത് ബിമാല യസ്മഉ അവരതിനെ കേൾക്കുന്നില്ല. ഇല്ല ദുആഅൻ വ നിദാഅൻ. ദുആഉം നിദാ എന്നൊക്കെ പറഞ്ഞാലൊക്കെ വിളിയെന്നർത്ഥം. ദുആക്ക് വിളിയെന്നർത്ഥമുണ്ട്, പ്രാർത്ഥന എന്നുള്ള അർത്ഥമുണ്ട്, ക്ഷണം എന്നുള്ള അർത്ഥമുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിളി. നിദാ എന്ന് പറഞ്ഞാലും തെളി അല്ലെങ്കിൽ വിളി, അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ്. എന്താ അതിനെ കൊണ്ട് മനസ്സിലാക്കുന്നത്? നാളത്തെ പരീക്ഷയിലെങ്ങാനും ചോദിച്ചാൽ കിട്ടാതായി പോകണ്ട. കാഫിരീങ്ങൾ ഏതുപോലെയാണ്? നമ്മളൊരു നാക്കാലിനെ തെളിക്കുന്ന ഒരാൾ നാക്കാലിനെ തെളിക്കുന്നു, അല്ലേ? ഇവിടെ നിൽക്ക്, ഇനി ആനേനെ വലത്ത് പോട്ടാണ് അടുത്ത പോട്ടാണ് പലതും സംസാരിക്കുന്നുണ്ട്. അത് പിന്നെ പോകാതിരിക്കുമ്പോൾ നമ്മൾ പലതും ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. ആ പോത്തിനോ ആ മൂരിക്കോ ഇതെന്തോ സൗണ്ട് കേൾക്കുക എന്നല്ലാതെ ഇയാളെ ഭാഷ ഇങ്ങനെ
ഇങ്ങനെ ഡൗട്ട് പോലെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അല്ലേ? അതൊരൊച്ച കേൾക്കുന്നുണ്ട്. ഇതുപോലെയാണ് കാഫിർ. കാഫിര്യങ്ങൾ ഈ ഇബാദത്തും തിന്മയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല പ്രവാചകന്മാരെ പിൻപറ്റുന്ന നല്ല സ്വാലിഹ്യങ്ങളൊക്കെ ചങ്ങായിമാരെ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യ്, ഇത് ചെയ്യല്ലേ, ഇത് തെറ്റാണ്. അപ്പോൾ ഇവർ ഞങ്ങൾ വാപ്പാനെ നോക്കിപ്പോവും. ഈ കേൾക്കുന്നതൊക്കെ കന്നാലി വെക്കുന്ന പോലെ അവർക്ക് തോന്നുന്നത്. ഇപ്പം കന്നാലിയും കാഫിറും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ അല്ലേ? ഇത് കാഫിറിനെ മാത്രമാക്കണ്ട, മുസ്ലിങ്ങളായ നമ്മളും ഇങ്ങനെ തന്നെ. കാഫിർ എന്ന് പറയുമ്പോഴും തെറ്റിദ്ധരിക്കേണ്ട, പേരുകൊണ്ട് മുസ്ലിം പേരും കാഫിറിൻ്റെ പേരുമല്ല. സത്യനിഷേധികളായ, സത്യത്തെ നിഷേധിക്കുന്ന എല്ലാവരും ഇതുപോലെയാണ്. ഒരു കൂട്ടർ സത്യം ഇങ്ങനെ പറയുക, മറ്റേ കൂട്ടരോ കന്നാലിനോട്ട് അതൊരു ഒച്ചപ്പാട് അല്ലേ? ആ നിലയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നു. ഇനി നമ്മളും ചിലപ്പോൾ അങ്ങനെ പോകും. ചില വയത് കേൾക്കും, ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കും, കുറേ ക്ലാസ് കേൾക്കും. കഴിഞ്ഞിട്ട് പറയും നല്ല പ്രസംഗം കേട്ടാ, നല്ല പ്രസംഗം, എന്താ നല്ല പ്രസംഗം തന്നെ, നല്ല വിഷയമാണ്, എന്താ ഇയാൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നല്ല സൗണ്ടാണ്, അതങ്ങനെ ഈണത്തിലങ്ങനെ പോയിട്ടുണ്ട്. ആ ടീമിനെ പറ്റിയും കൂടിയാണ് എന്ത് പറഞ്ഞത്? ഒരു വിളിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ അതിൻ്റെ കാമ്പ് മനസ്സിലാക്കാതെ ഒരു വിളി മാത്രം കേൾക്കുന്ന ആളുകൾ അല്ലേ? അതുപോലെയാണ് ആരുടെ ഉദാഹരണം? കാഫിറിൻ്റെ ഉദാഹരണം. വമസലുല്ലദീന കഫറു, കാഫിരീങ്ങളുടെ ഉദാഹരണം കമസലില്ലദീ യൻഇകു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. ഒരു വിളിയോ അല്ലെങ്കിൽ ഒരു തെളിയോ, രണ്ടും വിളി എന്നുള്ള അർത്ഥവും കുഴപ്പമില്ല കേട്ടോ. നിദാവും വിളിയാണ്, ദുആവും വിളിയാണ്. ഒരു വിളിയും മറിയും ഇല്ലാതെ കേട്ടറിയാത്തതിനോട് ഒച്ചയിടുന്നവനെ പോലെയാണ്. ഒച്ചയിടുന്നതിൻ്റെ അതേ ഉദാഹരണമാണ് കാഫിരീങ്ങളുടെ ഉദാഹരണം. സുമ്മുൻ, അവർ ബധിരരാണ്. ബുക്കുമുൻ, ഊമകളാണ്. ഉമ്യുൻ, അങ്ങേയറ്റം അന്ധത ബാധിച്ചവരാണ്. ഫഹും ലാ യഅഖിലൂൻ, അവർക്ക് ബുദ്ധിയുമില്ല. സംസാരിക്കാത്തവരാണ്, കേൾക്കാത്തവരാണ്, കാഴ്ചയില്ലാത്തവരാണ്, ബുദ്ധിയും ഇല്ലാത്തവരാണ് അല്ലേ? ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കിയേ, ഒന്നും ചിന്തിക്കില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവി പറയലുണ്ട്, പിന്നെ ഭ്രാന്തന് കണ്ണും കൂടിയും കാണുന്നില്ലെങ്കിലോ അല്ലേ? അല്ലെങ്കിൽ തന്നെ പെരാന്തനാ, അവർക്ക് കണ്ണും കൂടിയും കാണുന്നില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഈ മനുഷ്യന്മാർ ഇനി ചിന്തിക്കുക എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല. കേൾക്കൂല, കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അഥവാ അവർക്ക് ഒരു അന്തവും ഇല്ല. ആ നിലക്കാണ് കാഫിര്യങ്ങൾ. ഇതുപോലെ നമ്മളാകരുത്. പല നിലക്കും കാഫിര്യങ്ങളുടെ ഉദാഹരണം ഖുർആൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നാക്കാലിനെ പോലെ ആകരുത് അല്ലേ? നാക്കാലിനെക്കാട്ടും മോശമാകരുത്. എന്ത് പ്രത്യേകിച്ച് അഖീദയുടെ വിഷയത്തിലാണ് പറയുന്നത്. ഈ വിഷയം പറഞ്ഞത് നാട്ടാചാരത്തെ പിൻപറ്റുന്ന വിഷയം. സത്യം പറയുമ്പോൾ ഉപ്പാനെ പിൻപറ്റുക, ഉപ്പാൻ്റെ ഉപ്പാനെ പിൻപറ്റുക. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മനസ്സിലായിക്കോ, ഈ ഗൾഫിൽ നമ്മളൊക്കെ എല്ലാം നമ്മുടെ കൺട്രോൾഡായിരിക്കും. ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിലൊക്കെ കൺട്രോളാണ്. നാട്ടിലായാലോ അല്ലേ? കുട്ടി പ്രസവിച്ചാൽ ഉമ്മക്ക് ഉപ്പാക്ക് റോളില്ല, നാട്ടുകാരെ അത് ഏറ്റെടുക്കുക അല്ലേ? ആൺകുട്ടീനെ പുന്നിധരിപ്പിക്കുക, അത് നാട്ടിലത്തെ ആചാരമാണ്. ആൺകുട്ടീൻ്റെ കാലിലുണ്ടാവും രണ്ട് ഈ റിങ് വന്നിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ആരുടെ ആചാരമാണ്? നാട്ടിലത്തെ ആചാരമാണ്. കല്യാണ വീട്ടിൽ വേറെ ഉണ്ട്, മരിച്ച വീട്ടിൽ പിന്നെ പറയാൻ വേണ്ട. അതുപോലെ തന്നെ എവിടെയൊക്കെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് എനിക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോ വ്യത്യസ്തതമാണ്. എല്ലാത്തിൻ്റെയും നമ്മുടെ ന്യായം, ഞങ്ങൾ ഉപ്പാരെ കണ്ടതും ഉപ്പാപ്പാരെ കണ്ടതും ഈ നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെയേ നടക്കാൻ പറ്റൂ. അതല്ല നമ്മുടെ പോളിസി. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അള്ളാഹ് പറഞ്ഞു, റസൂലുള്ളാഹ് പറഞ്ഞു എന്നതനുസരിച്ച് മാത്രമാണ് നമ്മളെ ജീവിതം എന്ത് ചെയ്യേണ്ടത്? നയിക്കേണ്ടത്. അതല്ലെങ്കിൽ ഇവരാരും പരലോകത്ത് നമ്മളെ സഹായിക്കാനുണ്ടാകില്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു. സാധാരണ ക്ലാസ്സിന് ഇത്തിരി വ്യത്യസ്തമായിട്ട് ചുരുക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് കൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലു, നിങ്ങൾ തിന്നണം. നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ താല്പര്യമുള്ള വിഷയമാണത്. തിന്നണ്ടെന്നല്ല, തിന്നണേന്നാണ് പറയുന്നത്. കുലു, തിന്നണം, നിങ്ങൾ തിന്നാതിരിക്കരുത്. എങ്ങനെ? മിൻ തൊയ്യിബാത്തി, നല്ലതിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന് തിന്നണം. മാ റസഖിനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടാ. ജനങ്ങളെ നിങ്ങൾ തിന്നണം അല്ലേ? കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബ, ഹലാലായ വിശിഷ്ടമായത് എന്ത് ചെയ്യണം? തിന്നണം. എല്ലാവരെയും വിളിച്ചിട്ട് പറയണത്. ഇവിടെ സത്യവിശ്വാസികൾ നമ്മളെ വിളിച്ചിട്ടാണ് പറയുന്നത്. നമ്മളെങ്ങനെയാണ് തിന്നേണ്ടത്? നാട്ടുകാർ തിന്നുന്നത് പോലെ തിന്നാൽ പോലെ നമ്മളെങ്ങനെയാണ് തിന്നേണ്ടത്? കുലു, നിങ്ങൾ തിന്നണേ, മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. എല്ലാണ്ട് പോയി തിന്നലല്ല. എന്താ തിന്നേണ്ടത്?
നല്ലത് തിന്നണം അല്ലേ. അള്ളാഹു അനുവദിച്ചതുണ്ടാകും, അതിൽ തൊയ്യീബായതുണ്ടാകും, എന്നിട്ട് ഹലാലായതും ഉണ്ടാകും. എല്ലാ തൊയ്യീബായതും ഹലാലല്ല അല്ലേ, എല്ലാ ഹലാലായതും തൊയ്യീബായിട്ട് വരും. എല്ലാ തൊയ്യീബ് വെച്ചാൽ എല്ലാ വിശിഷ്ടമായതും ഹലാലായിരിക്കുമോ അല്ലേ. ഇളനീൻ അതെന്താണ്, തൊയ്യീബ, നല്ലതല്ലേ അല്ലേ, അത് ഹലാലായിരിക്കും. എല്ലാ ഇളനീരും ആരാൻ്റെ പറമ്പത്ത് നിന്ന് കട്ടാൽ എന്തായി, ഹറാമായി. അത് നമ്മളെ പറമ്പത്ത് നിന്നാകുമ്പോൾ നമുക്ക് എന്താകുന്നത്, ഹലാലാകുന്നത് അല്ലേ. ഇതുപോലെ തന്നെയാണ് ഏത് വിഷയവും. അള്ളാഹ് 2-3 കാര്യങ്ങൾ പറഞ്ഞു. നാം നിങ്ങൾക്ക് നൽകിയത് എന്താ, റിസ്ഖ്. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് തിന്നണം. റിസ്ഖ് നൽകുന്നവനാരാ, അള്ളാഹ്. അതെപ്പോഴും പഠിച്ചോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരു സമയത്തും ഒരു വിഷയത്തിലും സാമ്പത്തിക, ശാരീരിക, മാനസിക എന്ത് വിഷയത്തിൽ നമുക്ക് മുസ്ലിമിന് ടെൻഷനില്ല. എൻ്റെ റിസ്ഖ് ആരാ നൽകുന്നത്, അള്ളയാണ്. ആർക്കും തടുക്കാൻ കഴിയൂല. ഒന്ന് അടിവര ഇട്ടുകൊണ്ട് പഠിച്ചോ. 2 രീതിയിൽ റിസ്ഖുണ്ട്. ഒന്ന് റിസ്ഖുൻ ദുനിയവി ആയിട്ടുള്ള റിസ്ഖ്, ഒന്ന് ഉഖ്റവി ആയിട്ടുള്ള റിസ്ഖ്. ദുനിയവി ആയിട്ടുള്ള റിസ്ഖാണ് ഇവിടുത്തെ ഭക്ഷണം, നമ്മളെ സാലറി, നമ്മളെ ജോലി, നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. ആഖിറത്തുള്ള റിസ്ഖാണ് ഏറ്റവും വലുതെന്ത്, സ്വർഗം. അള്ളാഹിൻ്റെ ഖുർആനിൽ കാണാം, അള്ളാഹിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങൾക്ക് പിന്നെ ഒരു മഹ്റജ് തരും, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ റിസ്ഖും തരും. ഉറപ്പാണല്ലോ. നമുക്ക് ഡൗട്ട് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചവനാരാ, മുത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂൽ നല്ലോണം തിന്നിട്ടാണോ മരിച്ചത്, പട്ടിണിയായിട്ടാണ് മരിച്ചത് അല്ലേ. വിശപ്പ് അല്ലേ. 60 സായ ഗോതമ്പിന് വേണ്ടിയിട്ട് പടയങ്കി പോലും പണയത്തിലാണ് മരിച്ചത്. അള്ളാഹിൻ്റെ ഖുർആനിൽ എന്തുണ്ട്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹ് വിചാരിക്കാത്ത മാർഗ്ഗത്തിൽ റിസ്ഖും തരും. എന്താ ഇതിങ്ങനെ ഉൾട്ടയായിട്ട് തോന്നുന്നത്, ഉൾട്ടയല്ല. അവിടെ ഉദ്ദേശിക്കുന്നതൊക്കെ റിസ്ഖ്. അവർക്ക് അള്ളാഹു തആല ഏറ്റവും നല്ല അഅ്ളമു റിസ്ഖ് കൊടുത്തു. ഏറ്റവും നല്ല റിസ്ഖ് എവിടെയാണ്, സ്വർഗത്തിലാണ്. അതാ വേണ്ടത്. നമ്മളെ കണ്ണ് മുഴുവനും എവിടെയാണ്, ഇവിടെ. അതുകൊണ്ടാണ് ചില ജോലി നമുക്ക് നഷ്ടപ്പെടുന്നത്. നീ ഹറാമ് തിന്നണ്ടെന്നുള്ള വിചാരിച്ചിട്ടുണ്ടാവും. ഇതിലും ബെറ്ററും നീ നല്ലപോലെ വേറെ ചെറിയ സാലറിക്ക് നല്ല ജോലിയായിരിക്കും. നിനക്ക് സ്വർഗ്ഗമാണ് വേണ്ടത്. ഇനി നീ ഉമ്മാനെ ഉപ്പാനെ നോക്കിയിട്ട് നിനക്ക് സ്വർഗ്ഗമായിരിക്കും വേണ്ടത്. അപ്പോൾ ഒരു മുസ്ലിമിന് എവിടെ എന്ത് നഷ്ടപ്പെട്ടാലും എന്തില്ല, ടെൻഷനില്ല. കാരണം റിസ്ഖ് ഞാൻ നിശ്ചയിച്ചതല്ല, അത് ആര് നിശ്ചയിച്ചതാണ്, അള്ളാഹ് നിശ്ചയിച്ചതാണ്. അത് എഴുതി വെച്ച് കഴിഞ്ഞതാണ്. പുതിയതൊന്നും സംഭവിക്കുന്നില്ല. അള്ളാഹ് എഴുതി വെച്ചത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് അള്ളാഹ് തന്നതിൽ നിന്ന് നമ്മൾ തിന്നേണ്ടത് എന്താണ്, വിശിഷ്ടമായത് മാത്രം. ഒന്നും ഹലാലല്ലാത്തതോ ഹറാമായതോ മോശപ്പെട്ടതോ നമ്മൾ എന്ത് ചെയ്ത് കഴിക്കരുത്. ഒപ്പം അള്ളാഹ് പറയുന്നു, വഷ്കുറൂലില്ല, തിന്നാൽ പോരാ, നന്ദി കാണിക്കണം. അള്ളാഹ്ക്ക് എന്ത് ചെയ്യണേ, നന്ദി കാണിക്കണം. ഇത് വമ്പിച്ചൊരു ഗൗരവത്തിൽ കാണേണ്ടതാ. ഹോട്ടലത്തെ സപ്ലയർക്ക് നമ്മൾ 10 റിയാൽ കൊടുക്കലുണ്ട്, പക്ഷെ അൽഹംദുലില്ലാ പറയൂല. ഭക്ഷണം കഴിച്ചാൽ എന്ത് പറയൂല, അൽഹംദുലില്ലാ പറയൂല അല്ലേ. അൽഹംദുലില്ലാഹില്ലദി അത്അമ വസഖ വസവ്വഅഹു വജഅല ലഹു മഖ്റജ, ഒരു പ്രാർത്ഥന. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എത്ര ആളുകൾക്ക് ഈ 2 പ്രാർത്ഥന അറിയാം? നമ്മൾ എത്ര വട്ടം തിന്നിട്ടുണ്ട് അല്ലേ, അതിൻ്റെ കണക്ക് നമുക്ക് കിട്ടൂല. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ഇല്ല. അൽഹംദുലില്ലാ എങ്കിലും പറയലുണ്ടോ അല്ലേ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പഠിക്കണം. ഞാനിത് പറഞ്ഞത് അള്ളാഹിനോട് നന്ദി കാണിക്കണം. എന്ത് നമ്മൾക്ക് ജോലി കിട്ടിയാലും, ഭക്ഷണം കഴിച്ചാലും, എന്ത് ഭക്ഷിച്ചാലും ഉപയോഗിച്ചാലും അള്ളാഹിനോട് നന്ദി കാണിക്കണേ. നിങ്ങൾ നന്ദി കാണിച്ചാൽ മതി. ആരാണെങ്കിൽ ഈ താഴെ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കണ്ട കേട്ടോ. ആരാണെങ്കിൽ, ഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹിനെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹിനോട് നന്ദി കാണിക്കണേ അല്ലേ. അള്ളാഹ് ജോലി ചെയ്യണ്ടെന്നോ സമ്പാദിക്കണ്ടെന്നോ കഴിക്കണ്ടെന്നോ പറഞ്ഞിട്ടില്ല, ചെയ്യണം. പക്ഷെ ഒപ്പം പറഞ്ഞു ആർക്ക് നന്ദി കാണിക്കണം, അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. മനസ്സിലായല്ലോ. ഈ ആയത്തും കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ പഠിക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെപ്പറ്റി ഉദാഹരണം പറയുന്നത് ഞാൻ ഇന്നേക്ക് മാറ്റി വെച്ചതാണ് ഇത് പറയുന്നത് അല്ലേ. ഭക്ഷണം ഹലാലായിരിക്കണം, ഭക്ഷണം തൊയ്യിബായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ദുആ അള്ളാഹ് എന്ത് ചെയ്യൂ, സ്വീകരിക്കൂ അല്ലേ. അള്ളാഹിൻ്റെ ഖുർആനിൽ കാണാം, യാ അയ്യുഹൽ, അള്ളാഹു പ്രവാചകന്മാരോടൊക്കെ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, പ്രവാചകന്മാരെ, കുലു, നിങ്ങൾ തിന്നണേ, മിന തൊയ്യിബാത്ത്, നല്ലതിൽ നിന്ന് തിന്നണം, വഅമലു സ്വാലിഹ, നല്ലത് പ്രവർത്തിക്കുകയും വേണം. ഈ ആയത്തിലോ നിങ്ങൾ നല്ലതിൽ നിന്ന് തിന്നണം, അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. വേറെ സൂറത്തിൽ നല്ലത് പ്രവർത്തിക്കണം. എന്നിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറയാണ്. ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണ്, റജുലുൻ യുത്തീലു സഫർ, സുദീർഘമായ യാത്രക്കാരനാണ് അവൻ. യാത്രക്കാരൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുമല്ലോ.
ഒരു വ്യക്തിയുണ്ട്, റസൂൽ ഒരു ഉദാഹരണം പറയുക. ഒരു വ്യക്തി, അയാൾ വലിയ യാത്രക്കാരനാണ്. ആ ഗുണം കൊണ്ട് തന്നെ അയാളുടെ ദുആക്ക് അല്ലാഹ് എന്ത് കൊടുക്കണം? ഉത്തരം കൊടുക്കണം. പക്ഷേ അയാൾക്ക് രണ്ടാമത് വേറൊരു ഗുണമുണ്ട്. അശ്അസു അഗ്ബർ, പൊടി പുരണ്ട് ജടകുത്തിയ വ്യക്തിയാണത്. അത് ഉദ്ദേശിക്കുന്നത് അറഫയിൽ നിൽക്കുന്ന ഹാജിയാണ്. അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ പറ്റി അള്ളാഹ് പറഞ്ഞത് മലക്കുകളെ ജാഊനി ഷോസൻ ഓബറ, ഹാജിമാരിത പൊടി പുരണ്ട് ജടകുത്തിയ നിലക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പണ്ടാട്ടോ, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം പൊടിയൊന്നും പുരളുന്നില്ല അല്ലേ. അത്രയും ക്ഷീണിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. ഇന്ന് അവരെന്ത് ചോദിച്ചാലും എന്ത് ചെയ്യും? കൊടുക്കും. അപ്പോൾ യാത്രക്കാരൻ്റെ ഗുണമുണ്ട്, അറഫയിൽ നിൽക്കുന്ന ഹാജിയുടെ ഗുണമുണ്ട്, എന്ത് ചോദിച്ചാലും കൊടുക്കും. മൂന്നാമത് എന്താ പറഞ്ഞത്? യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി. ഹദീസ് കാണാം, അള്ളാഹു മാന്യനാണ്, ലജ്ജയുള്ളവനാണ്. ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തിയാൽ അള്ളാഹ് എന്ത് ചെയ്യൂല? മടക്കൂല. ഇപ്പോൾ നമുക്ക് എപ്പോഴും അള്ളാഹുടെ ദുആ ചെയ്ത ഉത്തരം കിട്ടും കേട്ടോ. എന്നിട്ട് റസൂലുള്ളാഹി പറയും, 3 ഗുണവും ഒരാളിൽ ഉണ്ടായിട്ടും അള്ളാഹ് ഒരാളുടെ ദുആക്ക് ഉത്തരം കൊടുക്കുന്നില്ല. ആരാണവൻ? മത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമ, വ മഷ്റബുഹു ഹറാം, വെള്ളം ഹറാമ, വ മൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം ഹറാമ, വ ഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ടു പോയ. ഫ അന്നാ യുസ്തജാബുലു, എങ്ങനെ അള്ളാഹുവിനക്ക് ഉത്തരം കൊടുക്കുക? പ്രവാസികൾക്ക് ശരിക്കും മനസ്സിലായിരിക്കും. കഴിക്കുന്നത് ഹറാം, കുടിക്കുന്നത് ഹറാം, ധരിക്കുന്നത് ഹറാം, എല്ലാം പെടും ഇതിൽ അല്ലേ. എപ്പോഴും പറയില്ലേ, നമ്മൾ ഓഫീസ് ജോലിയുണ്ട്, ടൈം ജോലിയുണ്ട്, പറ്റിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോരുന്നതെങ്കിൽ ചെയ്യാതെ, പിന്നെ ജോലി ദിവസം ഫുൾ ടൈം ജോലി ചെയ്യാതെ പകുതിയും ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ കഴിക്കുന്നത് എന്താണ്? ഹറാം തന്നെയാണ്. നമ്മൾ നിസ്സാരാക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇവിടുത്തെ ബില്ലുകൾ, നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ, ഓഫീസിൽ നിന്ന് ഉപയോഗിക്കുന്ന സമ്മതമില്ല, ഒക്കെ എന്താണ്? നമ്മൾക്ക് ഹറാമാണ്. അത് ഹറാമ് തന്നെയാണ് അല്ലേ. അത് ആരും പിന്നെ അത്ര ഗൗരവമായിട്ട് കിടക്കുന്നില്ല. ലേഡീസ് എപ്പോഴും ഭർത്താക്കന്മാരെ മാന്യമായിട്ട് ഉപദേശിക്കണം. കൊണ്ടുവരുന്നത് ഹറാമാണോ, കൊണ്ടുവരുന്നത് ഹലാലാണോ ഉദ്ദേശിക്കണം അല്ലേ. ഇവിടുത്തെ കമ്മീഷനുകളുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, പറ്റിക്കലുണ്ട്. ഇതൊന്നും നമ്മൾ സമ്പാദിച്ചിട്ട് വന്നാൽ നമ്മുടെ ഒരു ദുആയും അല്ലാഹ് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. ഒരു അമലും അല്ലാഹ് സ്വീകരിക്കൂല. ഹലാൽ കഴിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ റസൂലുള്ളാഹി പറഞ്ഞു സഅദിനോട്? അത്തിബ് മത്അമക്, നിൻ്റെ ഭക്ഷണം നീ നന്നാക്ക്, ഹലാൽ കഴിച്ചാൽ മതി, എന്നാൽ തന്നെ അല്ലാഹ് എന്ത് തരും? നമ്മുടെ ദുആക്ക് ഉത്തരം തരും. ഇല്ലേ, ഉമ്മാനെ തീറ്റിക്കുക, ബാപ്പാനെ തീറ്റിക്കുക, മക്കളെ തീറ്റിക്കുക, ഹറാമാ തീറ്റിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ദുആയും അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല വഴി എന്താണ്? ഹലാൽ സമ്പാദിക്കുക. കഴിക്കുക എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമ്പാദ്യം കേട്ടോ. ആരാൻ്റെതൊന്നും നമ്മളിലേക്ക് ഉണ്ടാകരുത്. ഒന്നും ഇത് ഗൗരവത്തിൽ പഠിക്കണം. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ശമ്പളത്തിൻ്റെ ഇരട്ടി കമ്മീഷൻ വാങ്ങുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് അവസരങ്ങളുണ്ടാകും. നമ്മൾ അത്തരമൊരു പോസ്റ്റിലേക്ക് ഒരു കമ്പനി നിർത്തിക്കഴിഞ്ഞാൽ എന്നെ ആരും നോക്കാനില്ല, പക്ഷെ എന്നെ നോക്കുന്നവൻ ആരുണ്ട്? അള്ളയുണ്ട് അല്ലേ. അള്ളാഹ് എന്നെ കാണുന്നു, ഞാൻ അള്ളാഹനെ കാണണം. നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ ഇഹ്സാൻ അതാണ്. നീ അള്ളാഹനെ ആരാധിക്കണം. അള്ളാഹനെ ഏത് വിഷയത്തിലും പ്രാർത്ഥനയിലൊക്കെ നീ അള്ളാഹനെ കാണുന്നത് പോലെ, അള്ളാഹനെ നീ കാണുന്ന അത്ര ഈമാൻ നിനക്ക് കിട്ടുന്നില്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പാണെന്ത്? അള്ളാഹ് നിന്നെ കാണുന്നത് പോലെ. അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്. ഇതാകുമ്പോൾ ശരിയാകുകയും ചെയ്യും. സഹാബ സ്ത്രീകൾ അങ്ങനെയായിരുന്നു. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിനോട് പറയും, പട്ടിണി ഞങ്ങൾ സഹിക്കും, പക്ഷെ വലാക്കില്ല നസ്ബിറുന്നാർ, നരകം ഞങ്ങൾ എന്ത് ചെയ്യൂല? സഹിക്കൂല. ഇന്നത്തെ ലേഡീസ് അങ്ങനെയല്ല. ഇന്ന് എപ്പോഴും ഇതാ തുരുതുരാ ഈ സാമ്പത്തിക പ്രശ്നം സൗദി അറേബ്യക്ക് വന്നപ്പോൾ എല്ലാവരുടെയും ഓഫറാണ്. ഇവിടുത്തെ ഓഫർ, അവിടുത്തെ ഓഫർ, ഇതെല്ലാം പോകുകയാണ്. അതിന് അല്ലേ കട്ടിട്ടാലും വേണ്ടിയില്ല, കിട്ടിയാൽ മതി. ഇതാണ് ആൾക്കാർക്ക് ഇത് ചെയ്യുന്നത്. ഇപ്പം ആളുകളൊന്നും പിന്നെ ഷോപ്പിംഗ് മാളുകളിൽ പോകുന്നില്ല. എന്താ പോകാത്തത്? കമ്മീഷൻ കുറഞ്ഞ്, കക്കുന്നത് കുറഞ്ഞു, അലവൻസ് കുറഞ്ഞു, ഒക്കെ നമ്മൾ തരികിട കളിക്കുന്നതൊക്കെ പോകുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്ന ഈ വാങ്ങുന്ന സാലറി, അത് നല്ല സാലറിയാണ്, നല്ല ശുദ്ധമായ പൈസയാണ്. പക്ഷെ നമ്മളത് ഹറാമാക്കുന്നുണ്ട് തരികിട ജോലി കളിച്ചിട്ട് അല്ലേ. നമ്മൾ ആ നിലക്കും കൂടി എന്ത് ചെയ്യുക. നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ട സമയമുണ്ടെങ്കിൽ അത്ര ജോലി ഉണ്ടാകും. അനുവാദം ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? അള്ളാഹ് കാണുന്നുണ്ട്. അത് നമ്മൾ നിസ്സാരമാക്കുന്നു പാടില്ല. ഞാൻ മുമ്പും ഇസ്ലാഹി സെൻറ്ററിൽ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം മീഡിയകളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വിഭാഗം മാർച്ച് നടത്തിയിരുന്നു. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കിതാബ് പിൻവലിക്കണം എന്നും പറഞ്ഞിട്ട്. ഈ നാട്ടിൽ വന്നിട്ട് അദ്ദേഹം വലിയ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് കാശും കൊണ്ട് നാട്ടിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നാട്ടിൽ നിന്നൊരു മാർച്ച് നടത്തിയിരുന്നു. ആ ഷെയ്ഖ് ഉസൈമീൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയതാണ്. ബുറൈദക്കടുത്തുള്ള ഒനീസയിൽ ജീവിച്ച് മരിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം.
അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട് ചരിത്രത്തിൽ. അദ്ദേഹം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓഫീസിലത്തെ പേന അവിടെ മാറ്റി വെച്ചിട്ട് സ്വന്തം പേന കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എഴുതിയിരുന്നത്. നമ്മളങ്ങനെയല്ല അല്ലേ, നമ്മൾ എന്ത് വർക്ക് എങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക, ഓഫീസിലേക്ക് മാറ്റി വെക്കുക. അല്ലെ, കുട്ടികൾ സ്കൂളത്തേക്ക് ഒരുപാട് ഫോട്ടോ കോപ്പി വേണമെന്നേ നാളത്തേക്ക്, അതെവിടുന്നാണ് പ്രിൻ്റ് എടുക്കുക, ഓഫീസിൽ നിന്ന്. കാരണം എന്താ, അവിടെ കായ് വേണ്ട, ഇവിടെ നമ്മളെ പോകും അല്ലേ. എല്ലാവരും അങ്ങനെയാണ്. നമ്മൾക്ക് അനുവാദം ഇല്ലേ, നിസ്സാരാക്കണ്ട. ഞാനും നിങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു തിരുത്ത്. നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയിരിക്കാം. ആരോട് പറഞ്ഞോ, അള്ളാഹിനോട് പറഞ്ഞു ഇല്ലേ, കണക്ക് ബോധിപ്പിച്ച് കൊടുക്കേണ്ടി വരും അവിടുന്ന്. അള്ളാഹ് പറഞ്ഞു, വിശ്വാസികളെ, സത്യവിശ്വാസികൾ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത്, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് തൊയ്യബ്, വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കണം. ഒപ്പം അള്ളാഹിനോട് നന്ദി കാണിക്കണം. എത്ര കിട്ടുന്നതിനനുസരിച്ചും അള്ളാഹിനോട് എന്ത് ചെയ്യണേ, നന്ദി കാണിക്കണേ. അള്ളാഹിൻ്റെ ഖുർആനിൽ ആയത്തുണ്ട്, മനുഷ്യന്മാർക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും അള്ളാഹിനോട് ദുആ ചെയ്യും. ആണ്ട് പൊട്ടിക്കരയന്നെ, ആണ്ട് കുടുങ്ങിയില്ലേ അല്ലേ. എന്നിട്ട് അള്ളാഹ് പറയുക, ഇതേ മനുഷ്യനെ അള്ളാഹ് സഹായിച്ചാലോ, ആ മനുഷ്യൻ്റെ രൂപം എന്താ, ഓനങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടേ ഇല്ല, അതുപോലെ നടക്കുക. അങ്ങനത്തെ ഒരു വിഷയം തന്നെ എനിക്ക് വന്നിട്ടില്ല. മനുഷ്യൻ്റെ സ്വഭാവമാണത്. വേറെ മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റി ഖുർആനിൽ കാണാം. മനുഷ്യൻ്റെ സ്വഭാവം, അവന് ഹൈറ് കിട്ടുന്തോറും അള്ളാഹിനെ മറന്നുകൊണ്ടേയിരിക്കുക. അവനെന്തെങ്കിലും ദുരിതാണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥനാകുക. എന്നിട്ട് അള്ളാഹ് നന്മ കൊടുത്താലോ നന്ദി കെട്ടുവനുമാകും. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾക്കങ്ങനെ ആകരുത്. കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹിനോട് എന്ത് കാണിക്കണം, നന്ദി കാണിക്കണം അല്ലേ. ദാനം കൂടുതൽ കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണം, സ്വഭാവങ്ങൾ നന്നായിരിക്കണം, ഒക്കെ അതാണ് നമ്മൾക്ക് കൂടുതലും വേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ ഖുർആനിൽ കാണാൻ നമ്മൾക്ക് ഒരു ഉപകാരം നിനക്ക് ആ പണം ഉണ്ടാവില്ല അല്ലേ. മായുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ, ഓനങ്ങ് മറിഞ്ഞ് വീണാലുണ്ടല്ലോ ഈ പൈസ ഒരു ഉപകാരം എനിക്ക് പോട്ടുമില്ല. അടുത്ത ആയത്ത്, ഇന്നമ ഹറമ അലൈക്കും, തീർച്ചയായും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ഇത് മാത്രമാണ്. ഏത്? അൽ മൈത്തത്ത, ശവം നിങ്ങൾക്ക് നിഷിദ്ധ. 2 വദ്ദമ, രക്തം കഴിക്കാൻ പാടില്ല. വലഹ്മൽ ഖിൻസീർ, അതുപോലെ തന്നെ പന്നിയിറച്ചി തിന്നാൻ പാടില്ല. 4-മത്തത് വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത്, അഥവാ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ പറഞ്ഞ ശവമാണ്. ശവം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ അനുവദിച്ചതുണ്ട് ശവം. ഏതാണ്? മത്സ്യം. പിന്നെയോ ജറാദ്, വെട്ടുകിളി അല്ലേ. സൂറത്ത് മായിദ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച മത്സ്യം ശവമല്ലേ. ആരെങ്കിലും മത്സ്യത്തെ അറുത്തിട്ടാണ് തിന്നൽ അല്ലേ. മത്സ്യം ചത്തതാണ് നമ്മൾ തിന്നുന്നത്. ശവം നമുക്ക് അനുവദിച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ വെട്ടുകിളി നമ്മൾക്ക് അനുവദിച്ചതാണ്, ചത്തത്. ബാക്കി പിന്നെ അറുത്താലും ചാകും, അറുത്തിട്ട് അങ്ങനെ ചത്തുപോകില്ലേ. അതല്ലാതെ രോഗം കൊണ്ടോ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടോ എങ്ങനെ ചത്തുപോയാലും എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാൻ പാടില്ല. കടലത്തെ ശവം അത് കരക്കടിഞ്ഞു വന്നാൽ നമുക്ക് തിന്നുകയും ചെയ്യാം. ഇപ്പോൾ സഹാബികളൊക്കെ കടലിൽ നിന്ന് തന്നെ ചത്തിട്ട് കരയിലേക്ക് അടിഞ്ഞു വന്ന തിമിംഗലത്തെ തിന്നിട്ടുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ കടലിലെ മത്സ്യങ്ങൾ നമ്മൾക്ക് എന്താണ്, ഈ കരയിൽ ജീവിക്കുന്നത് ചത്തതാണ് നമുക്ക് തിന്നാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്, പിന്നെ ഇന്നമ ഹറമ അലൈക്കുൽ മൈത്തത്ത വദ്ദമ, രക്തം. ആ രക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴുകുന്ന രക്തം. ഒഴുകുന്ന രക്തം നമുക്ക് എന്ത് ചെയ്യാം, തിന്നാം. എന്നാൽ ഈ കരളുണ്ടല്ലോ, അതുപോലെ തന്നെ പ്ലീഹ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, അറുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്, അത് നിങ്ങൾ പിന്നെ നെറ്റിലടിച്ച് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ഈ ബ്ലഡിൻ്റെ കട്ട, ഈ എന്താ ലിവറിൻ്റെ ആ നിലക്കില്ലേ, ഈ ഒഴുകുന്ന രക്തമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അറുത്ത് കഴിഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിലൊക്കെ ഈ മാംസത്തോട് എന്തായാലും ബ്ലഡ് പറ്റിപ്പിടിക്കും അല്ലേ. ഒഴുകാത്ത നിലക്ക് പറ്റിപ്പിടിക്കുന്നുണ്ടല്ലോ, അതല്ല നിഷിദ്ധമായത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തമാണ് എന്തുന്നത്, നിഷിദ്ധമാകുന്നത്. 3-മത്തത് വലഹ്മൽ ഖിൻസീർ, പന്നിയിറച്ചിയാണ്. പന്നിയിറച്ചി എന്നാണ് പറഞ്ഞത്. അളുമ് എന്ന് വെച്ചാൽ ബോൺ അല്ലേ. പിന്നെ എല്ല് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പന്നീൻ്റെ എല്ല് എന്നാണോ? അല്ല, പന്നീൻ്റെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, തിന്നാൻ പാടില്ല. അതൊരു വൃത്തികെട്ട ജീവിയാണത്. അത് തന്നെയാണ് ഖുർആൻ വേറെ സ്ഥലത്ത് പറഞ്ഞത്. 4-മത്തതോ ഇപ്പം പറഞ്ഞത് നമുക്ക് വലിയ ഡൗട്ടില്ല. കാരണം മീൻ തിന്നലുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ആരും കുടിക്കലില്ല.
അത് കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടുമില്ല അല്ലേ. ഇനി അടുത്തത് പിന്നെ പന്നി ഇറച്ചി, നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകലില്ല. ഇനി അടുത്തതാണ് വമ ഉഹില്ല ബിഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടത്. എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥത്, ആളുകളുടെ വിഗ്രഹങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അറക്കുന്നില്ലേ അല്ലേ. അപ്പോൾ അത് അള്ളാഹു നേർച്ച, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്താലൊക്കെ അത് ഏത് മതവിഭാഗമാകട്ടെ, അറിവ് ആർക്ക് വേണ്ടി മാത്രമാണ്? അള്ളാഹ്ക്ക് മാത്രം. ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥവനെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. കരീം സല്ലല്ലാഹു പറയുകയാണത്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ കാണാം. പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം, ഈ ബദരീങ്ങളുടെ ആണ്ടിന് അറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഉള്ളാളത്തേക്ക് പണ്ടൊക്കെ നേർച്ചക്കോയിന് ഇങ്ങനെ വിടുമായിരുന്നു. നേർച്ച ആടുകൾ ഇങ്ങനെ ഉള്ളാളത്തേക്ക് ഇങ്ങനെ പോവുകയായിരുന്നു അല്ലേ. ആളുകൾക്ക് അത് അമ്പലങ്ങളിൽ അറക്കുന്നുണ്ട്. വേറെ പല വിഭാഗത്തിൽ നേർച്ചയായിട്ടും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നതൊക്കെ ബിസ്മില്ല ചൊല്ലിയിട്ടാണ് അറക്കുന്നതെങ്കിലും, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ നാമത്തിലാണ്. പക്ഷെ ബിസ്മില്ല ചൊല്ലിയിട്ടുണ്ടെങ്കിലും ഈ അറവ് ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്? ഉള്ളാളത്തെ തങ്ങളുടെ ജാറത്തിലേക്ക് അറക്കുകയാണെങ്കിൽ അവിടെ നിന്നെന്തോ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബദരീങ്ങളാണ്ടിന് നമ്മൾ എന്തിനാണ് അറക്കുന്നത്? അവിടെ നിന്നെന്തോ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരു പ്രീതി, ബദരീങ്ങളുടെ ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അറുത്തത് നമ്മൾക്ക് തിന്നൽ എന്താണ്? നിഷിദ്ധമാണ്. ഒരു നിലക്കും നമ്മൾ എന്ത് ചെയ്യരുത്? ആ നിലക്ക് തിന്നരുത്. ഇതേമൊന്നും മാത്രമല്ല, ഞാൻ നിങ്ങളുടെ മുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു, ഈ നമ്മളെ ബർത്ത്ഡേ പാർട്ടി ജൂതൻ്റെതാണ്, അതിൻ്റെ ഭക്ഷണം നമ്മൾ പാടില്ല. ഓണത്തിൻ്റെ ഭക്ഷണം നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇത് അറുത്തിട്ട് ആ നിലക്കാണ് ഭക്ഷണം ഒരുക്കി വെച്ചെങ്കിൽ നമ്മൾ തിന്നാൻ പാടില്ല. അത് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതില്ല, അത് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർ സൃഷ്ടിപൂജ ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. സൃഷ്ടിപൂജ, സൃഷ്ടാവ് മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. ഒരു സൃഷ്ടിയും പൂജിക്കപ്പെടാനോ ആരാധിക്കപ്പെടാനോ അറക്കപ്പെടാനോ ഒന്നും പാടില്ല. അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത് ബിസ്മില്ല പറഞ്ഞിട്ടാണ് അറുത്തതെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? തിന്നരുത്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ ചോദിക്കരുത്. ഇത് പറയുമ്പോഴും ശ്രദ്ധിക്കണം, അള്ളാഹു അത്ര ഗൗരവത്തിലാണ് പറഞ്ഞത്. ശവത്തോട് ഉപമിച്ചിട്ട്, അതുപോലെ തന്നെ ബ്ലഡിനോട് ഉപമിച്ചിട്ട്, പന്നി ഇറച്ചിയോട് കൂടെ പറഞ്ഞതാണെന്ത്? അള്ളാഹ് അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥത്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലും ഇല്ലല്ലോ. ഇനി അടുത്ത ആയത്ത്, ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ്. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, ഒരു കൂട്ടർ, യക്തുമൂന, ഇത് നേരത്തെ വന്നത് സാമ്യമായിട്ടുള്ളൊരു ആയത്ത്. അവർ മറച്ചു വെക്കുന്നു, മാ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയതിനെ അവർ മറച്ചു വെക്കുന്നു. മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന്. വേദഗ്രന്ഥത്തിൽ അള്ളാഹു ഇറക്കിയത് അവർ മറച്ചു വെക്കുന്നു. വയഷ്തറൂൻ, എന്നിട്ട് അവർ വാങ്ങുന്നു, ബിഹി, അതിന് പകരം സമനം കലീല, തുച്ഛമായ വില. ഉദ്ദേശിക്കുന്നത് ഈ ഇഞ്ചീലിലും അതുപോലെ തന്നെ തൗറാത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്നും റസൂലുള്ളാഹിന്റെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള വന്നപ്പോൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതെന്ത് ചെയ്തു? മറച്ചു വെച്ചു. വിശ്വാസികൾ അത് സത്യത്തിൽ ശരിക്കും ഇവരൊക്കെ മുസ്ലിങ്ങളാകുമായിരുന്നു. പക്ഷേ ആ ജൂത പണ്ഡിതന്മാർ മറച്ചു വെച്ചത് കൊണ്ട് അവർ തടുത്തു നിർത്താൻ പറ്റി. അങ്ങനെ മറച്ചു വെക്കുന്ന ആളുകൾ, അത് ജൂതന്മാരെ പറ്റിയും ക്രിസ്ത്യാനികളെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും നമ്മളെപ്പറ്റിയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിഷ്ടമുള്ളതൊക്കെ ഖുർആൻ എടുക്കുക, നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ മറച്ചു വെക്കുക. എന്തിനു വേണ്ടിയിട്ട്? സമനം കലി വഷ്തറു നബി സമനം കലീല, ദുനിയാവിലെ തുച്ഛ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലേ. ദീൻ അറിയുന്ന ആളുകൾ ദീനിൻ്റെ ഹുക്കുമ് പറയുന്നില്ല, പറഞ്ഞാൽ അവൻ്റെ പണി പോകും അല്ലെ, പറഞ്ഞാൽ പിന്നെ ടീയ കിട്ടുന്ന കുറയും, പറഞ്ഞാൽ തെറ്റ് കണ്ണിൻ്റെ മുമ്പ് കാണുന്നുണ്ട്, പറയുന്നില്ല. എന്താ പറഞ്ഞ ആചാര് അന്നത്തെ ഭക്ഷണം മുടക്കും. നമ്മുടെ നാട് പണ്ടങ്ങനെയായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഇമാമിങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഇമാമത്ത് വഹിക്കുന്ന ഖുത്ബ പറയുന്ന ആൾക്കാരൊക്കെ പാവങ്ങളായിരുന്നു. എന്നിട്ട് വലിയ വലിയ മുതലാളീൻ്റെ വീട്ടിൽ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത്. ഈ ഭക്ഷണം തിന്നുകൊണ്ടിരിക്കുമ്പോൾ മുതലാളി ചോദിക്കുക, ഉസ്താദ് എൻ്റെ ഈ പൈസക്ക് സക്കാത്ത് ഉണ്ടോയെന്ന്. ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊയിലാരെ ഭക്ഷണം പോകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഇല്ലാതാക്കണം. അവസാനം സൈകെട്ട് പറഞ്ഞു പോകുന്ന കഥ പറയാറുണ്ട്, ഇല്ല അജിയാരെ നിങ്ങളെ പൈസക്ക് സക്കാത്തില്ല, അല്ലെങ്കിൽ അല്ല അജിയാരെ നിങ്ങളെ പൈസ പലിശയല്ല, നിങ്ങൾ വാങ്ങുന്ന പലിശയല്ല. പലിശ വാങ്ങുന്നതെന്ന് അറിയാം, പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ദുനിയാവിൻ്റെ തുച്ഛ ലാഭത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് നാണോ പൊണ്ണോ ഒരിക്കലും ആകരുത്. നമുക്കൊരു സമൂഹം നമുക്ക് ഭയപ്പെടരുത്. തെറ്റ് അള്ളാഹുവിൻ്റെ കിതാബിലും ഖുർആനിലും കണ്ടൊരു കാര്യം ആരുടെ മുഖത്ത് നോക്കി പറയുന്നതിൽ നമുക്ക് പേടിയുണ്ടാകരുത്. പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ദേഷ്യം തീർക്കുന്ന പോലെ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്,
അതാരും എന്ത് ചെയ്യൂല, ഉൾക്കൊള്ളൂല. ഉപദേശം മാന്യമായിരിക്കണം. എങ്ങനെ ഉപദേശിക്കേണ്ടത്? എൻ്റെ ഡ്രസ്സിൽ ഒരു അഴുക്ക് അല്ലെങ്കിൽ ഒരു ഹോൾസ് ഉണ്ട്, അത് ആളുകൾ അറിയാതെ നമ്മൾ മറച്ചു വെക്കുന്നത് പോലെയാണ് ഒരു തെറ്റുകാരൻ തെറ്റ് ചെയ്താൽ ആരുടെ മുമ്പിൽ അവനെ വഷളാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? ഉപദേശിക്കണം. അപ്പോഴേ അവൻ ഉൾക്കൊള്ളുക. ഇതങ്ങനെയല്ല, പരസ്യമായിട്ട് ആണ്ട് പറയുക ആണ്ട് പ്രസംഗിക്കുക തന്നെ. ഇപ്പോൾ ഈ വാട്സപ്പിൽ കണ്ടില്ല, ആണ്ട് പറഞ്ഞ് തൊള്ളനോട് ജയിക്കല അല്ലേ? അങ്ങനെയല്ല, മാന്യമായി പറയണം, അവസരം നോക്കി പറയണം. ബാപ്പയും വേറെ ആൾക്കാരും തമ്മിൽ അടികൂടുന്ന കാണുകയാണ് റോഡിൽ വെച്ചിട്ട് അല്ലേ? അവിടെ തെറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ നിൽക്കരുത്. ബാപ്പയാണെങ്കിലും തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പാടുണ്ടോ? സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. എങ്ങനെ അവിടെ നിൽക്കുക? ആ നാട്ടുകാർ മുമ്പിൽ ബാപ്പാനെ തല്ലിക്കൂടി എന്ന് അറിയില്ല. അവിടെ നമ്മൾ പ്രശ്നമായിട്ട് സോൾവ് ആക്കുക. സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാപ്പാനെ ഉപദേശിക്കേണ്ട ഇവിടെ കൊണ്ടുപോയിട്ടാ വീട്ടിൽ കൊണ്ടുവരില്ല. ആൾക്കാരെ മുമ്പിൽ വെച്ച് വഷളാക്കലല്ലേ. ഓരോരുത്തർക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം, പരിഗണിച്ചിരിക്കണം. ആ പെരുമാറ്റത്തിൽ തന്നെ തെറ്റുകാരൻ എന്ത് ചെയ്യും? സത്യം മനസ്സിലാക്കി വരികയും ചെയ്യും. നമ്മുടെ അടുത്ത കൂട്ട് ഇത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തിട്ടും അയാൾ എന്നെ വഷളാക്കാതെ സ്വകാര്യമായിട്ട് കൊണ്ടുപോയിട്ടല്ലേ ഉപദേശിച്ചത് അല്ലെ? അയാൾക്ക് വേണമെങ്കിൽ എന്നെ ചീപ്പാക്കായിരുന്നു, കാരണം അയാളെ ആ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെന്ത് ചെയ്യണം? ഉപദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചാലും മതി. പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ ഒരു വിധി ദുനിയാവിലെ ലാഭത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? മറച്ചു വെക്കരുത്, പറയാതിരിക്കരുത്. ഒക്കെ നമ്മൾ പറയണം. തെറ്റ് കാണുമ്പോൾ കൈകൊണ്ട് എതിർക്കണം, കഴിയില്ല നാവ് കൊണ്ട് എതിർക്കണം, കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിൽ ആ തെറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഉലൈക, ഈ ആളുകൾ, മാ യഅ്കുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ, നരകമല്ലാതെ വയറ്റിൽ നറക്കുന്നില്ല. സത്യം അറിഞ്ഞിട്ട് സത്യം മറച്ചു വെക്കുന്ന ആൾക്കാർ ദുനിയാവിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. പക്ഷെ അവർ ആ ദുനിയാവിൽ സമ്പാദിക്കുന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അത് വയറ്റിലെ തീയാ, ശരിക്കും നരകത്തിലെ തീയ. എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. നമ്മളെ വീടുകളിലൊക്കെ നോക്കി, ഭർത്താക്കന്മാരൊക്കെ നോക്കിക്കോ, സിനിമ തെറ്റാന്നറിയാത്ത മുസ്ലിങ്ങൾ ഇതില്ലല്ലോ. ആരുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ആക്കി തരാം, തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. എല്ലാവർക്കും അറിയുക. സീരിയൽ തെറ്റാണോ എന്നറിയാത്ത ആരുമില്ല അല്ലേ? പക്ഷേ 3 വിഭാഗത്തിൽ സ്വർഗത്തിൻ്റെ മണം കിട്ടാത്ത ചില ആണുങ്ങളെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തെ കൂട്ടിക്കൊടുപ്പിന് നിൽക്കുന്ന ആണുങ്ങളാണ് അവർ. എന്ന് വെച്ചാൽ കുടുംബം തെറ്റ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും മക്കളൊക്കെ ഇതെങ്ങനെ കാണുന്നുണ്ട് അല്ലേ? മിണ്ടാതിരിക്കും. നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലൊക്കെ നമ്മുടെ ബാധ്യത നമ്മൾ പറഞ്ഞു കൊടുക്കണം, ചെയ്തു കൊടുക്കണം. ഇല്ലേ നമ്മൾ ചാനൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും, പേ ചാനലായിരിക്കും ചിലപ്പം, ഏതോ ആകട്ടെ, അത് വെച്ചു കൊടുത്ത് നമ്മളെ പെണ്ണുങ്ങളും നമ്മളെ മക്കളാണ് കാണുന്നതെങ്കിലും ഏത് പേരുടെയും കൂടെ നിറയുന്നുണ്ട്? വെച്ച് കൊടുത്തവൻ്റെ പേരുടെയും കൂടെ നിറയുന്നുണ്ട്. അവർ തെറ്റ് ചെയ്തിട്ട് നമ്മളും കൂടെ നരകത്തിൽ പോകുന്നു. അല്ല, പറയണം. ചിലപ്പോൾ നമ്മൾ പറയുന്നില്ല. എന്തിനാ പറഞ്ഞാൽ ഞാനൊരു മോശക്കാരനായി പോകുമോ, എൻ്റെ കുടുംബത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഭാര്യ കുടുംബത്തിൻ്റെ മുമ്പിൽ ഞാനൊരു അലവലാതിയായി പോകും എന്നൊക്കെയുള്ള ധാരണയാണല്ലോ. എന്നിട്ട് നിൻ്റെ സ്റ്റാറ്റസ് അല്ലേ നീ കീപ്പ് ചെയ്യുന്നത്? എന്താ നീ സത്യത്തിൽ നിൻ്റെ വയറ്റിൽ നടക്കുന്നത്? നരകത്തിലെ തീയാണത്. നമ്മൾ എവിടെയും രക്ഷപ്പെടാൻ സാധിക്കണം. അവർക്ക് ദുനിയാവിന് വേണ്ടിയിട്ട് അവർ തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരുന്നതെങ്കിൽ അള്ളാഹ് പറയുക, പരലോകത്ത് വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അള്ളാഹു അവരോട് ഒരക്ഷരം മിണ്ടില്ല, സംസാരിക്കില്ല. വലാ യുസക്കീഹിം, അവരെ പരിഗണിക്കില്ല, പരിശുദ്ധപ്പെടുത്തില്ല. ഖിയാമ നാളിൽ അള്ളാഹു അവരെ പരിഗണിക്കുക പോലുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. മുമ്പിച്ച തെറ്റാ, അള്ളാഹ് സംസാരിക്കൂല, പരിഗണിക്കൂല, പരിശുദ്ധപ്പെടുത്തൂല. വെന്തുരുകുന്ന ശിക്ഷ, വേദനയേറിയ ശിക്ഷ. ചെയ്ത തെറ്റെന്താ? അള്ളാൻ്റെ കിതാബിലുള്ളത് മറച്ചു വെച്ചു. എന്തിനു വേണ്ടിയിട്ട്? ദുനിയാവിന് വേണ്ടിയിട്ട്. അതാണവർ ഉലൈക്കല്ലദീന, അക്കൂട്ടർ, ഇഷ്തറഉല്ലലാല, വഴികേടിനെ വാങ്ങി, ബിൽഹുദ, എന്തിന് പകരം? സന്മാർഗത്തിന് പകരം, നല്ലതിന് പകരം തെറ്റ് വാങ്ങി. വൽ അദാബ, ശിക്ഷയെ വാങ്ങി. ബിൽ മഗ്ഫിറ, എന്തിന് പകരം? പാപമോചനത്തിന് പകരം. മനസ്സിലാകുന്നുണ്ടോ? ഈ കിതാബിൽ വെച്ച മറച്ചു വെക്കുന്ന ആളുകൾ തോന്നിയാസത്തെ വാങ്ങാണ് സത്യത്തിന് പകരം, ശിക്ഷ വാങ്ങാണ് മഗ്ഫിറത്തിന് പകരം. ഫമാ അസ്ബറഹും അലന്നാർ, ഈ നരകത്തെപ്പറ്റി അവർക്ക് ഇത്ര സഹനമുണ്ടാക്കിയതെന്താ? ഇത്ര വലിയ തെറ്റാന്നൊക്കെ അറിഞ്ഞിട്ടും ഇവരെന്താ ഇതിലേക്കൊക്കെ ചാടിപ്പോകുന്നു? അള്ളാഹ് പറയാ, അത്ര വലിയ തെറ്റുകൾ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടും ഇവരെന്താ ഈ നിലക്കൊക്കെ പോകുന്നത്? ദാലിക, അവർ പോകാനുള്ള കാരണം, ബി അന്നല്ലാഹ നസ്സലൽ കിതാബ ബിൽ ഹഖ്, അള്ളാഹ് സത്യത്തെയും യഥാർത്ഥ പ്രകാരം, സത്യപ്രകാരം അള്ളാഹു അവൻ്റെ കിതാബിനെ ഇറക്കി. വ ഇന്നല്ലദീന ഇഖ്തലഫു ഫിൽ കിതാബ്, തീർച്ചയായും ഈ വേദഗ്രന്ഥത്തിൽ ഭിന്നത കാണിക്കുന്ന ആളുകൾ, അഥവാ ഈ വേദഗ്രന്ഥത്തിൻ്റെ വിഷയത്തിൽ ഭിന്നത കാണിക്കുന്ന ആളുകൾ, ലഫി ഷിഖാഖിൻ ബഈദ്, ലഫി ഷിഖാഖിൻ, അവർ
കക്ഷിത്വത്തിലാണ്. ബഈദ് വിദൂരമായ. അള്ളാഹിൻ്റെ ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളൊക്കെ കക്ഷി, അഥവാ എനിക്ക് എൻ്റെ പാർട്ടി, എൻ്റെ ആള്, എൻ്റെ ഇസ്സത്ത് എന്ന് വെച്ചിട്ട് മാത്രം പോകുന്ന ആൾക്കാരാണ്. സത്യത്തിൻ്റെ ആളുകൾ അവർ തെറ്റിനെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഈ കിതാബിലേക്ക് വരും, ഒന്നും മറച്ചു വെക്കൂല, ഉള്ളതുപോലെ പറയുന്നവരാ അല്ലേ. അപ്പോൾ മുഖം നോക്കൂല. ഇപ്പം ഇസ്ലാഹി പ്രസ്ഥാനത്തെപ്പറ്റിയൊക്കെ ആളുകൾ പറയലുണ്ട്, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും തൗഹീദ് പറയും. പിന്നെ അവിടെ തൗഹീദ് പറയുമ്പോൾ ജാറങ്ങളും ഖബർ ആരാധകരും മറ്റവരൊക്കെ ഉണ്ടാവും. നിങ്ങളപ്പോൾ ആ നാട്ടിൽ പോയിട്ട് ഇത് പറയുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാരണത്താലാണ് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ആളുകൾ പറയും. അല്ല, ഈ ബാധ്യതയാണ് നമ്മൾ ആദ്യം നിർവഹിക്കേണ്ടത്. ഇത് നിർവഹിച്ചിട്ട് അവിടെ കുറേ മാറ്റങ്ങളൊക്കെ, അടിയും കുത്തൊക്കെ ഉണ്ടായി, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ വന്ന് മാറ്റങ്ങളുണ്ടായി. ഒരു പള്ളിയൊക്കെ വന്നാൽ കാണാം കുറേ വലിയ ആൾക്കാർ വരുന്നു പള്ളീൻ്റെ മുമ്പിലെ സഫിൽ തന്നെ. അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഈ ആദർശം പണ്ടേ അറിയാമെന്ന് പിന്നെ അത് നിന്നെ അന്ന് കാണാത്തത്, അതൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒങ്ങി നിൽക്കുക അല്ലേ. ദുനിയാവിന് വേണ്ടിയിട്ട് ആദർശം മറച്ചു വെക്കുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെയല്ല. നിങ്ങൾ പ്രവാസികളാണ്, നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയുണ്ട്. അൽക്കോബാറിൽ വന്നിട്ട് ഇസ്ലാഹി സെൻറ്ററിൻ്റെയും ജാലിയാത്തിൻ്റെയും ക്ലാസ് കേട്ട് പോകുമ്പോൾ നാട്ടിലത്തെ ആരും കാണുന്നില്ല. നാട്ടിൽ നിങ്ങൾ ഒരു തൗഹീദിൻ്റെ വാഴ നടക്കുന്ന സദസ്സ് പോയി നോക്കിയേനെ, അടുത്ത പള്ളി കമ്മിറ്റി ജുമയൊക്കെ കാണാം അല്ലേ. തെക്കൻ ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സലഫി മസ്ജിദിൽ ഒരു ഖുതുബക്ക് അറ്റൻഡ് ചെയ്താൽ പിന്നെ 4 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ജുമ കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണ പള്ളിയിൽ പോയിട്ട് മാപ്പ് പറയണം. ജുമ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് മാപ്പ് പറയണം. അതവിടുത്തെ ശിക്ഷ അല്ലേ. മരിച്ചാൽ ഖബർസ്ഥാനിൽ കയറ്റൂല, കല്യാണം ബഹിഷ്കരിക്കും. ഭീമാപ്പള്ളി ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലൊക്കെ തൗഹീദ് സ്വീകരിച്ചതിൻ്റെ പേരിൽ മുടിവെട്ടാൻ ബാർബർ ഷോപ്പ് കയറാൻ പാടില്ല അല്ലേ. ആ ചങ്ങാതിൻ്റെ വീട്ടിലേക്ക് പാല് കൊടുക്കാൻ പാടില്ല എന്ന് പാൽക്കാരനെ വിലക്കാണ്. ആടുകളിലൊക്കെ കാണാം വീട്ടിൽ കൂടുതൽ ബഹിഷ്കരിക്കും, കല്യാണം ബഹിഷ്കരിക്കും. മരിച്ചാൽ ഈ മയ്യത്ത് ഈ മക്ബറിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട്. എത്ര മയ്യത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയത്ത് ഇന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ആ പേടി ഉണ്ടാകരുത് കേട്ടോ. നമ്മളൊരു ആദർശം പഠിക്കുന്നു, സത്യം പഠിക്കുന്നു. എൻ്റെ മഹൽ എന്താ, നമുക്ക് അങ്ങനത്തെ പേടി ഉണ്ടാണ്. എൻ്റെ മയ്യത്ത് ഞാൻ മരിച്ചാൽ ഖബറടക്കുകയില്ലേ, നമ്മൾ മരിച്ചാൽ നമ്മളെ ബാധ്യത കഴിഞ്ഞ്. എന്നെ ഖബറടക്കിയോ അടക്കിയില്ല നമുക്ക് മനസ്സിലാവുമോ, ഒരു തിന്നോട്ടെ അല്ലേ. നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ കഴിഞ്ഞില്ലേ. ഖബറടക്കേണ്ട ബാധ്യത ആരതാണ്, സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. നമുക്കൊന്നും ബാധിക്കില്ല. നമുക്ക് ആവശ്യത്തിൽ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല. അത് നിങ്ങൾ നാട്ടിലേക്ക് പോകും, ഈ സത്യമൊക്കെ പഠിച്ചിട്ടും പിന്നെയും ഒരു മൗലൂദിനെ സദസ്സിൽ പോയിട്ട് ഇങ്ങനെ കൈവൊക്കല്ലേ നമ്മൾ അല്ലേ. തെറ്റാണെന്നറിഞ്ഞിട്ടും ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്. നമ്മൾ തൗഹീദിൻ്റെ സദസ്സിൽ മാത്രമായിരിക്കണം ഉണ്ടാകേണ്ടത്. എന്ന് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്കിഷ്ടമില്ലാത്തൊരു സദസ്സിൽ നമ്മൾ എന്ത് ഉണ്ടാകരുത്. ഗാനമേളേൻ്റെയും ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും കുത്തിൻ്റെയും ഒന്നും നമ്മൾ കാണരുത്. നമ്മൾ മുസ്ലിമാണ്, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഞാൻ മുസ്ലിമാണ്, അള്ളാഹ് എന്നെ കാണുന്നു, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഞാൻ എത്തേണ്ടവനാണ്. നല്ലത് ചെയ്യുമ്പോഴാണ് അള്ളാഹ് എനിക്ക് കൂടുതൽ റഹ്മത്ത് തരിക. എൻ്റെ എല്ലാം ഞാൻ ആ നിലയ്ക്ക് നന്നാക്കുക. അള്ളാഹുവിൻ്റെ ഖുർആനിലും റസൂൽ കരീം സല്ലല്ലാഹു ഹദീസിലും ഉള്ളത് ഒന്നും ദുനിയാവിന് വേണ്ടി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്, മറച്ചു വെക്കരുത്. ഈ നിയമങ്ങളൊക്കെ നമുക്ക് പാലിക്കാനുള്ളതാണ്, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മൾക്ക് ഖൈർ നൽകുമാറാകട്ടെ. ഒപ്പം ഇന്ന് പഠിച്ച നമ്മുടെ ഭക്ഷണത്തിൻ്റെ വിഷയം, നമ്മുടെ ജോലി വിഷയം, സമ്പാദ്യ വിഷയം, സമ്പാദ്യം എപ്പോഴും ഹലാലായിരിക്കണം. എങ്കിലേ നമ്മൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും തരും. ഇല്ലെങ്കിൽ ഒരുപാട് സമ്പന്നരുണ്ട്, ഒരു സമാധാനവും ഇല്ല. ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ വർക്ക്ഷോപ്പ് ഏരിയയിലൊക്കെ കാണാം ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഇവിടെ വലിയ സാലറി മേടിക്കുന്നു, എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, പൈസ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളതിൽ ബർക്കത്ത് വരുന്നില്ല. ഒരുപാടല്ല വേണ്ടത്, ഉള്ളതിലെന്താ വേണ്ടത്? ബർക്കത്ത് വേണം. നമ്മൾ അതുകൊണ്ട് ആ ബർക്കത്ത് ആര് മാത്രമേ നൽകൂ? അള്ളയാണ് നൽകുന്നത്. ആ ബർക്കത്തിന് വേണ്ടി അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കുക. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പാലിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്.